മഴക്കെടുതിക്കിടെ രക്ഷാദൌത്യത്തിന്റെ നായകത്വം ഏറ്റെടുക്കാതെ സ്വകാര്യ പരിപാടികളിൽ പങ്കെടുത്തു നടന്നുവെന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പൊന്നാനിയിൽ വിരുന്നിൽ പങ്കെടുത്തു എന്ന വിവാദം ഹീനമാണ്. താൻ ഭക്ഷണം കഴിക്കാതിരിക്കണമായിരുന്നോ എന്ന് വി ഡി സതീശൻ ചോദിച്ചു. ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. കൊച്ചിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടീമിനെ കാണാനാണ് പോയത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ ഏത് നിക്ഷേപകർ എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ ഈ വാദങ്ങളും ഇതിനുള്ള മറുപടിയുമാണ് ഇന്നത്തെ ചർച്ചയിൽ. ശ്രീ എം വിജിൻ MLA CPM, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ യുവരാജ് ഗോകുൽ BJP, ശ്രീ MK ഹരിദാസ് പ്രോപ്പർ ചാനൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം നമുക്ക് വി ഡി സതീശന്റെ വാക്കുകൾ, അതിനുശേഷം ചോദ്യങ്ങൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് അല്ലത് ഭക്ഷണം കഴിച്ചു, തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നത്. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ ജിൻഡോ ജോൺ. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാനും പാടില്ലെന്നോ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ പാടില്ലെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല. നാടൊരു ക്രൈസിസിലാണ്. അപ്പോൾ ആ ക്രൈസിസ് ഘട്ടം നേരിടുമ്പോൾ നാടിനൊരു നായകനുണ്ടെന്ന് തോന്നണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവർക്കും ദുരിതത്തിലായ ജനങ്ങൾക്കുമൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രധാനമാണ്. ആ നായകത്വം പ്രദാനം ചെയ്യാൻ കേരള മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. അഭിലാഷേ, നമ്മൾ ആ ചോദ്യത്തിൽ ഞാൻ അതിൽ വ്യക്തിപരമായി കാണുന്ന ഒരു പ്രശ്നമുണ്ട്. നമുക്ക് നാട്ടിൽ ഒരു ദുരിതമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ നാടിനൊരു രക്ഷകനുണ്ടെന്ന് തോന്നണം. തോന്നിയാൽ മാത്രം പോരാ, അതിന് എഫക്റ്റ് ഉണ്ടാകണം. പലർക്കും പല നേതാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കും പല രീതിയിലുള്ള പ്രവർത്തന രീതികളായിരിക്കും. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർമാരെയും റവന്യൂ വകുപ്പ് മന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും ഓരോ ജില്ലയുടെയും ചാർജുള്ള മന്ത്രിമാരെയും ഹോം മിനിസ്ട്രിയും ഒക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് മീറ്റിങ്ങും അതിൻ്റെ അവലോകനങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഓരോ ദിവസവും ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻ നടത്തുന്നുണ്ട്. അതെല്ലാം വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ ജില്ലയിലെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ, ഇടപെടലുകൾ എല്ലാം ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാനിതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അത് പത്രക്കാരോട് വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച. സ്വാഭാവികമായിട്ടും മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ അദ്ദേഹം അങ്ങനെ കൂടി ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്ത് ഇപ്പോൾ ഈ മഴക്കാല കെടുതിയുണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, കുറേ ആളുകൾ കാണാതായിട്ടുണ്ട്, കുറേ ആളുകൾ 316ഓളം ക്യാമ്പുകളായിട്ട് 11,000-ഓളം മനുഷ്യർ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ജീവനോപാധികൾ, മറ്റ് സ്ഥാപന രംഗ വ്യവസ്ഥകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഒരു സർക്കാർ എടുക്കേണ്ട മുൻകരുതലും സർക്കാർ എടുക്കേണ്ട പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും എല്ലാ സർക്കാരുകളുടെയും പരിമിതികൾക്കും പരിധികൾക്കും അപ്പുറത്ത് ഈ ദുരന്തം, വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ചില പ്രയാസങ്ങൾ നമുക്കുണ്ട്. ആ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. അതിനപ്പുറത്ത് വ്യക്തിപരമായി അദ്ദേഹം എന്താണ് വീഴ്ച വരുത്തിയതെന്ന് പറയുകയാണെങ്കിൽ ഈ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും എൻ്റെ ഭാഗം പറയാനായിട്ട്. ശരി, ശ്രീ എം വിജിൻ, എന്ത് വീഴ്ചയാണ് സർക്കാരിൽ നിങ്ങൾ ആരോപിക്കുന്നത്? പ്രളയം അപ്രതീക്ഷിതമായി വന്നു. പ്രളയം എന്ന് പറയാൻ കഴിയില്ല. വലിയ മഴ പെയ്തു, ചെറിയ സമയത്ത് വലിയ മഴ പെയ്തു. അതുകൊണ്ട് കാര്യമായ പ്രയാസമുണ്ടായി, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ജില്ലകളിൽ. അതൊരു ക്രൈസിസ് സിറ്റുവേഷനാണ്, ഞാൻ സമ്മതിക്കുന്നു. അതിൽ സർക്കാർ എന്ത് ചെയ്തില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വാദം. LDF സർക്കാർ ആയിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അല്ല, ഇവിടെ വ്യക്തമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധികൾക്കുൾപ്പെടെ കാര്യങ്ങൾ അറിയാം. കാര്യം നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് 2018 നൂറ്റാണ്ട് കണ്ട ഒരു പ്രളയം നാം അഭിമുഖീകരിച്ചതാണ്. ആ ഘട്ടത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള മാതൃകാ ഇടപെടലിനെ അത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, ആ 2018 പ്രളയ സമയത്ത് അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന കോൺഗ്രസ് എങ്ങനെയാണ് അതിനെ ജനങ്ങൾക്കുള്ളിൽ അവതരിപ്പിച്ചത്. കാരണം മനുഷ്യ നിർമ്മിതമാണ് എന്ന വണ്ണം ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ മോശമാക്കാൻ നടത്തിയ ഇടപെടലുകളുണ്ട്. അതിലാണ് ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുന്നത്. നിൽക്കട്ടെ, ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി
ശ്രീ വി.ഡി. സതീശൻ നടത്തിയ പത്രസമ്മേളനം അങ്ങ് എന്നെ ഈ മാതൃഭൂമിയുടെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് പൂർണ്ണമായി ഇരുന്ന് കേൾക്കുകയുണ്ടായി. ഈ ഒരു ദുരന്തമുഖത്ത്, ഇവിടെ ജിൻഡോ പറഞ്ഞതല്ല ശരി, ഒരു ദുരന്തമുഖത്ത് നാട് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി, ഇവിടെ അദ്ദേഹം പറഞ്ഞെന്തോ സിമ്പിളായിട്ട്, അദ്ദേഹത്തിന് അറിയില്ല കേട്ടോ, പത്രക്കാരുടെ മുന്നിൽ വന്നിട്ട് ഇതൊക്കെ അങ്ങനെ പറയണം, അങ്ങനെ പത്രക്കാരുടെ മുന്നിൽ വന്ന് ഷോ നടത്തുന്ന ആളല്ല കേട്ടോ ആര്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇതൊക്കെ അങ്ങ് ഈ ഒരു ചർച്ചയിൽ വന്നിരുന്ന് പറയരുത്. ദുരന്തമുഖത്ത് നാട് നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കുക എന്നത് നാടിൻ്റെ ആവശ്യമാണെന്നേ. ഈ മാധ്യമങ്ങളിലൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക. ദുരന്തമുഖത്ത് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കുക, അവരോട് കാര്യങ്ങൾ വ്യക്തമായി പറയുക എന്നത് ഒരു നല്ല ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വരുന്നുണ്ടല്ലോ. ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മൈക്ക് തട്ടിയിട്ട് നടന്നുപോയ ഒരു മുഖ്യമന്ത്രിയല്ലേ കണ്ടത്? കേരളം ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ മൈക്ക് തട്ടിയിട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ ഇന്നലെ നാം കണ്ടത്? ജനങ്ങളുടെ കാര്യങ്ങൾ പങ്കുവെക്കണ്ടേ? എന്താണ് ഗവൺമെന്റ് ചെയ്തത്? ഇവിടെ ഇന്നലെയും മിനിഞ്ഞാന്നും ഉൾപ്പെടെ മാതൃഭൂമി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തല്ലോ ക്യാമ്പുകളിൽ. ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ തന്നെ ഞാൻ അവിടെയുള്ള നമ്മുടെ പ്രവർത്തകരെയൊക്കെ വിളിച്ചു ചോദിച്ചു. ഇപ്പോൾ പത്തനംതിട്ടയിലായാലും പാലയിലായാലും കണ്ണൂരിലായാലും മറ്റ് ജില്ലകളിലായാലും ക്യാമ്പുകളിൽ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണെന്നേ. കറണ്ടില്ല, കൃത്യമായ ഭക്ഷണമില്ല, അവിടെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഏകോപനമില്ല. ഈ പ്രശ്നങ്ങൾ ക്യാമ്പുകളിൽ ഇപ്പോഴും നിലനിൽക്കുകയാണെന്നേ. ദുരന്തമുഖത്ത് 3 ദിവസം പിന്നിട്ടിട്ടും ഈ പ്രതിസന്ധികൾ നമ്മുടെ ക്യാമ്പുകളിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ആയിരുന്നില്ല. നോക്ക്, 2018 നൂറ്റാണ്ട് കണ്ട പ്രളയം കേരളത്തിലുണ്ടായത്. അന്ന് 34,15,437 പേരെയാണ് 12,233 ക്യാമ്പുകളിലായിട്ട് പുനരധിവസിപ്പിച്ചത്. അന്ന് എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടായിരുന്നോ? ആ പരാതികളെല്ലാം പരിഹരിച്ചു പോകാൻ അന്ന് ആ ഗവൺമെന്റ് സാധിച്ചിട്ടില്ലേ? ഇന്ന് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ ഒരു പ്രളയത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ഒരു ദുരന്തമുഖത്ത് കേരളം നിൽക്കുന്നു, തീവ്രമായ മഴ നിൽക്കുന്നു. ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ എന്തൊക്കെയാ അതുകൂടി പറയേണ്ടതുണ്ട്. ഇവിടെ വളരെ കൃത്യമായി ജൂലൈ 31 3 മണിക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നു. അതിതീവ്ര മഴയ്ക്കും പ്രളയത്തിനും സാധ്യതയുണ്ട്. ആ പ്രളയ സാധ്യത ഉൾപ്പെടെ ഈ ഗവൺമെന്റ് ഗൗനിച്ചില്ല. ജില്ലകളുടെ പേര് പറഞ്ഞു. എവിടെയൊക്കെയാ? കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം. മുന്നറിയിപ്പ് നൽകിയില്ലേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്? 7 പേജുള്ള മുന്നറിയിപ്പാണ് നൽകിയത്. എന്നാൽ മുന്നറിയിപ്പ് അവഗണിച്ചു. ഓറഞ്ച് ബുക്ക് അവഗണന ഉണ്ടാക്കി. ഈ ഗവൺമെന്റ് അങ്ങനൊരു മുന്നറിയിപ്പ് കിട്ടിയിട്ടും അവഗണിച്ചു ഒന്നിടത്ത് തന്നെയാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കമെല്ലാം വരുന്നത്. ഒരു ഭാഗം കൂടി ഞാൻ പറഞ്ഞ് എൻ്റെ ഈ ഭാഗത്തെ ചർച്ച അവസാനിപ്പിക്കുക. അതിലൊന്ന്, ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഞാൻ വീണ്ടും കേട്ടു മാതൃഭൂമി ചർച്ചയ്ക്ക് വരാൻ. അദ്ദേഹത്തിന്റെ ചർച്ചയിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ചില ഭാഷകൾ ഞാൻ എഴുതി വെക്കുകയുണ്ടായി. ഒരുപാട് നുണകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഞാൻ അതിൽ ചർച്ചയുടെ മറ്റു ഭാഗത്തേക്ക് നമുക്ക് വരാം. അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകൾ മുഖ്യമന്ത്രി എന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇവിടെ വന്നിരുന്നു പ്രസംഗിക്കുക, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ദേശാഭിമാനിയോട് അദ്ദേഹത്തെ ദേഷ്യമാണ്. ദേശാഭിമാനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്നേ. ആ രാഷ്ട്രീയ അദ്ദേഹത്തോട് ചോദിക്കൂ. അപ്പോൾ പറയാ പത്രസമ്മേളനം കലക്കണ്ട, ഞാൻ ഇവിടെ ഇരിക്കുന്നത് പോലും ഇല്ലാണ്ടാക്കണ്ട. ആരാ? ഒരു മാധ്യമപ്രവർത്തകരോട് പറയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ദുരിതാശ്വാസ ക്യാമ്പിന്റെ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്ത എന്തറിയോ? എന്തിന് ഞാൻ നിങ്ങളോട് പറയണം? മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ്. മറ്റൊന്നെന്താ? ഞാൻ ഭക്ഷണം കഴിച്ചത് വലിയ തെറ്റായി പോയി. അങ്ങ് ഭക്ഷണം കഴിക്കേണ്ടതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം അങ്ങ് ഭക്ഷണം കഴിക്കുകയായിരുന്നില്ല, സൽക്കാരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ഇവിടെ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട ഭാഗത്തിന് അദ്ദേഹം എത്ര പരിഹാസ്യത്തോടെയാണ് അദ്ദേഹം കേരള സമൂഹത്തോട് സംസാരിച്ചത്. അതവിടെ വെറുതെ കിടക്കുകയാണ്, അല്ലെങ്കിൽ നഷ്ടമാണ് വാടക. എന്നാൽ കുറച്ച് കാര്യങ്ങൾക്ക് വെറുതെ അങ്ങ് ഓടിച്ചു കളാന്നേ. വെറുതെ എന്തിനാ ഹെലികോപ്റ്റർ അവിടെ വെച്ചിരിക്കുന്നത്? വെറുതെ അങ്ങ് വെച്ചിരിക്കണ്ട, എടുത്തങ്ങ് വെറുതെ ഓടിച്ചു കളാം, നഷ്ടം വരുത്തണ്ടല്ലോ കേരളത്തിന്. ഇതൊക്കെ കേരള സമൂഹത്തോട് പറയേണ്ടതാണ്. പിന്നെ പറയാ, ഞാൻ ഇദ്ദേഹത്തെ എന്നാണ് അമ്മായി അച്ഛനെ കാണാൻ വേണ്ടി പോയതല്ല, പിന്നെയോ ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റാണ്. ഭയങ്കരമായ മീറ്റാണ് കേട്ടോ. മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്തേക്ക് വരാൻ പറ്റാത്ത അത്രയും, മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്ത് എറണാകുളത്തേക്ക് പോകേണ്ട എത്ര ഗൗരവമായ ഇൻവെസ്റ്റ്മെന്റ് മീറ്റാണ്. അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അത് നിങ്ങളോട് പറയേണ്ട, അവരെ കൂടി കുഴപ്പത്തിലാക്കണ്ട എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. എന്താ ഈ ഒളിച്ചോട്ടം? എന്താ ഈ മുഖ്യമന്ത്രി ഈ ദുരന്തമുഖത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നില്ല. 8 പേരുടെ മരണം നടന്നില്ലേ? 8 പേരെ കാണാതായിരുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അത്തരം ഉദ്ഘാടനങ്ങൾ ഒഴിവാക്കാമായിരുന്നില്ലേ? അദ്ദേഹം എല്ലാ പത്രത്തിലും 1-ാം പേജിൽ വാർത്ത കൊടുത്തുകൊണ്ട്
ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോകണോ? ശരി, ദുരന്തം നടക്കുന്ന ഈ ഹെലികോപ്റ്റർ സമയത്ത് എടുത്തുകൊണ്ട് ദുരന്തമുഖത്തേക്ക് പോയിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു. ശരി, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ശരി, ഇതൊക്കെ ഗൗരവമായി കേരളം കാണുന്നുണ്ട്. അല്ലാതെ ജിൻഡോ പറഞ്ഞ പോലെ വളരെ ലളിതമായി അദ്ദേഹത്തിന് ഇത് അറിയുമായിരുന്നില്ല ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് അതിനെ വളരെ മോശമാക്കരുത്. ഗൗരവമായ വീഴ്ചയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞത് രണ്ട് തരത്തിലാണ്, രണ്ട് തട്ടിലാണ്. ഏകോപനമില്ല, ഒരു വകുപ്പിന്റെയും ഏകോപനം ഈ നിമിഷമായിട്ടും ഈ ദുരന്തമുഖത്ത് ഉണ്ടായിട്ടില്ല എന്ന ഗൗരവമായ കാര്യം. വിജിൻ, ശരി. ശ്രീ യുവരാജ് ഗോകുൽ, ഭരണാധികാരികൾക്ക്, വ്യത്യസ്തരായ ഭരണാധികാരികൾക്ക് വ്യത്യസ്തമായ ശൈലികൾ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ പിണറായി വിജയന്റെ ശൈലിയല്ല വി ഡി സതീശൻ്റേത്. വി ഡി സതീശൻ അന്ന് വിരുന്നിൽ പങ്കെടുക്കണമായിരുന്നോ, ഇടിമണ്ണിക്കൽ ജുവല്ലറിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണമായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യം വന്നാൽ സാധാരണ നിലയിൽ നേരത്തെ ഏറ്റ പരിപാടികളാണ്. പ്രൊപ്രൈറ്റി, ഔചിത്യം എന്നത് മാനിച്ചു വേണമെങ്കിൽ മാറ്റി വെക്കാമായിരുന്നു എന്നതിനപ്പുറത്ത് മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങി നടത്തേണ്ട കാര്യമൊന്നുമല്ല ദുരിതാശ്വാസം. അവിടെ സിസ്റ്റം ഉണ്ടായാൽ മതി. അപ്പോൾ ഇതിലൊക്കെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ മഴ ദുരന്തം ഏകോപിപ്പിക്കുന്നതിൽ, അതിൽ ദുരിതാശ്വാസം നടത്തുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഖണ്ഡിതമായി പറയാൻ കഴിയുമോ? BJP-ക്ക് എന്താണ് അതിൽ അഭിപ്രായമുള്ളത്? അഭിലാഷ്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ദുരന്തത്തിനെ നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവിടെ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് ഒരല്പം നമുക്ക് മാറ്റിവെച്ചതിന് ശേഷം ചർച്ച ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു ഔചിത്യം എന്നുള്ളതാണ് നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ഔചിത്യക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് രണ്ടഭിപ്രായം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണനിർവഹണം നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് അവർക്ക് അനുഭവപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യവും കൂടിയുണ്ട്. നമുക്കറിയാം, ഇത്രയും ജില്ലകൾ, ഏതാണ്ട് 12 ജില്ലകളിലുള്ള ആൾക്കാർ വളരെ കഷ്ടത്തിലാണ്, അവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. അപ്പോൾ അവിടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തിരുവനന്തപുരത്ത് ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് മാത്രം നമുക്കത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. മാത്രമല്ല, ഇപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ബ്ലെയിം ഗെയിമിനുള്ള ഒരു സാഹചര്യവുമല്ല. അല്പം കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വിഷയങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുകയും അത്തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ബ്ലെയിമിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ക്യാമ്പുകൾക്കകത്തുള്ള ജനങ്ങൾ ഒരുപാട് പേര് അവരുടെ പരിമിതികളെ കുറിച്ചിട്ട്, അവർക്ക് ലഭിക്കേണ്ടുന്ന സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പരാതി പറയുമ്പോൾ എല്ലാം അത്ര ശരിയല്ല എന്നുള്ള കാര്യവും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യണം, അതായത് എന്താണ്, ഞങ്ങൾക്കൊരു കെയർ കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഒരു മികച്ച ഭരണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അവരിത്രയും പേര് ക്യാമ്പിൽ കിടക്കുമ്പോൾ അവർക്ക് അവിടെ കഴിക്കാൻ വേണ്ടി ഭക്ഷണം പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലെ ഉപകരണങ്ങൾ മുഴുവൻ നശിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഓരോ വീട്ടുകാർക്ക് സംഭവിച്ചിട്ടിരിക്കുന്ന സമയത്ത് അവർ കേരളത്തിൻ്റെ ഭരണാധികാരിയെ നോക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കും. നേരത്തെ പിണറായി വിജയൻ സർക്കാർ വാടകയ്ക്ക് എടുത്തിട്ട ഹെലികോപ്റ്ററാണ്, അത് ഇപ്പോൾ ഇത്ര മണിക്കൂർ ഓടിയാലും ഓടിയില്ലെങ്കിലും നമ്മൾ ഇത്ര രൂപ വാടക കൊടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി അത് ഉപയോഗിച്ചു എന്ന് പറയുന്നതിനകത്ത് ശരിയുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, എനിക്ക് 3 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നതിനകത്തും ശരിയുണ്ട്. പക്ഷെ ആ ഫോട്ടോ കാണുന്ന സമയത്ത് അദ്ദേഹം വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ടായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. പകരം അവിടെ ഒരു വലിയ ഉത്സവവും മഹാമഹവും ഒക്കെ നടക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം CPM-കാരോ BJP-ക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പോയി മാധ്യമങ്ങളോ പോയി സൃഷ്ടിച്ചല്ലോ, അദ്ദേഹത്തിന്റെ ആൾക്കാർ തന്നെയല്ലേ അവിടെ കൂടി നിന്നിട്ട് അത്തരത്തിലൊരു സാഹചര്യത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ജുവലറിയുടെ ഉദ്ഘാടനത്തിന് പോകുന്നു, അപ്പോൾ ഈ 8 പേര് മരണപ്പെട്ടിരിക്കുകയും 8 പേരെ കാണാതായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഔചിത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനകത്ത് കാണിക്കുക എന്ന് പറയുന്നതും ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് ഉതകുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 100 ദിവസം പോലും ആയിട്ടില്ല. അപ്പോൾ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് വരുന്ന സമയത്ത് ആ ഏകോപനത്തിനകത്ത് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം, തിരുവനന്തപുരം നഗരസഭയിൽ ഞങ്ങൾ ഭരിക്കാൻ വേണ്ടിയിട്ട് വന്നു. ആദ്യം പെയ്ത പെട്ടെന്നൊരു മഴയിൽ പഴവങ്ങാടി ഭാഗത്ത് ഉൾപ്പെടെ വെള്ളം പൊങ്ങുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് ചില ഏകോപനത്തിനകത്ത് ചെറിയ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 48 മണിക്കൂർ 72 മണിക്കൂറായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ നല്ല മഴയാണ്, എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചില സർക്കാർ സംവിധാനങ്ങൾക്ക് ആ സമയം കൊടുക്കേണ്ടതുണ്ട് അവർക്ക് അത് ഇതാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത്ര പെട്ടെന്നൊരു മഴ വരികയും ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ 100 ദിവസത്തിന് ഭരിക്കുന്നതിന് മുമ്പ് ഇത്രയും പ്രശ്നം വന്നതിനകത്തുള്ള വീഴ്ചകൾ അവിടെ ഉണ്ടാവും. പക്ഷേ ഔചിത്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ കാണിക്കേണ്ടത്. ശരി, അവിടെ MK ഹരിദാസ്, താങ്കളുടെ അഭിപ്രായം അക്കാര്യത്തിൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ പാളി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.
സാധാരണ നിലയിൽ ഉള്ളതിനേക്കാളും പ്രതിരോധത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചപ്പോൾ. അതിനപ്പുറത്ത് ഈ പ്രളയ ദുരിതം നേരിടുന്നതിൽ സർക്കാരിന് വലിയ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു? ഞാൻ എന്റെ സുഹൃത്ത് യുവരാജ് ഗോകുലിന്റെ ഒന്നും കേൾക്കാൻ എനിക്ക് പറ്റിയില്ല, സാങ്കേതിക തകരാറില്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അഭിലാഷ് ദയവ് ചെയ്ത് ക്ഷമിക്കുക. ധൂർത്ത്, കെടുകാര്യസ്ഥത, ധാർഷ്ട്യം, അഹങ്കാരം LDF സർക്കാരിനെതിരെ ഉയർന്നു വന്ന ഏറ്റവും വലിയ ആരോപണം അതായിരുന്നു. അത് നിഷ്പക്ഷരായവർ സമൂഹത്തിൽ അങ്ങേയറ്റം ഉയർത്തിക്കാട്ടിയത് മൂലമാണ് LDF സർക്കാർ വീണത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ അധികാരം കൈയാളിയ UDF സർക്കാരും VD സതീശനും ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ട ഒരു ചുമതല അവർക്കുണ്ടായിരുന്നു. ഹെലികോപ്റ്റർ യാത്രയും ഈ ആർഭാട ഡൈനിങ്ങും ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിലുള്ള എൻ്റെ അഭിപ്രായം. കാരണം സാഹചര്യമാണ് എല്ലാറ്റിനും പ്രധാനം. അദ്ദേഹം ഇന്ന് വളരെയധികം വികാരാധീനനായിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അങ്ങേയറ്റം മോശമായിരുന്നു. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ ഊണ് കഴിക്കാതിരിക്കണം ആയിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം കാണാൻ പോയത് ഹരിദാസ് എന്ന് പറയുന്ന എനിക്ക് അങ്ങേയറ്റം അറിവുള്ള എൻ്റെ നാട്ടിലൊരു നേതാവാണ്. കോൺഗ്രസിന് വേണ്ടി അങ്ങേയറ്റം ത്യാഗം സഹിച്ചിട്ടുള്ള ഒരു നേതാവാണ്. ആ നേതാവിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ഒരില ഇട്ടൊരു ഊണ് കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷമോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റാരും തയ്യാറാവില്ല. അതായിരുന്നില്ല. അദ്ദേഹം 3 മണിക്കാണ് ഊണ് കഴിച്ചത്. പ്രളയം നടക്കുമ്പോൾ ഊണ് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതൊക്കെ അനാവശ്യമായിട്ടുള്ള കമന്റുകളാണ് അഭിലാഷ്, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ നമ്മൾ പറഞ്ഞില്ല, അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭരണശൈലി ഉണ്ടായിരുന്നു. 72 ദിവസം കൊണ്ട് മറ്റവരായിരുന്നു ഭേദമെന്ന് ഒരു വിഭാഗം ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം VD സതീശനും UDF സർക്കാരിനുമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഇപ്പൊ മന്ത്രിസഭാ രൂപീകരണം, മുഖ്യമന്ത്രിയാകുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാഗ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് അധികാരം കിട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള 2-3 വിവാദങ്ങൾ, അതൊക്കെ കഴിഞ്ഞിട്ട് ജനങ്ങൾ അങ്ങേയറ്റം ഒരു പ്രശ്നത്തിൽ 2018-ലെയും 2019-ലെയും അത്ര രൂക്ഷമായ പ്രളയമൊന്നും കേരളത്തിൽ ഇപ്പൊ ഉണ്ടായിട്ടില്ല, അത്ര രൂക്ഷമായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വേണ്ടി ജാഗരൂകരായി തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാണുകയും അതിനെ പരിഹാരം ചെയ്യുകയും ചെയ്യുമെന്ന് ജനങ്ങൾക്കൊരു ബോധ്യം വരേണ്ടത് അങ്ങേയറ്റം ആവശ്യമായിരുന്നു. ഈ UDF സർക്കാർ എന്ത് ചെയ്തു എന്നതല്ല, എന്ത് ചെയ്യാതിരുന്നു എന്നാണ് ജനങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മനസ്സിലാക്കണം. പെട്ടിമുടി ദുരന്തത്തിന്റെ ചർച്ചയ്ക്ക് ഒരു മിനിറ്റ്. പെട്ടിമുടി ദുരന്തവുമായി ബന്ധപ്പെട്ട ചർച്ചയില് കോൺഗ്രസ് നേതാവ് പറഞ്ഞതാണ്, പിണറായി വിജയൻ സർക്കാർ എന്ത് ചെയ്തു എന്നതിനേക്കാൾ എന്ത് ചെയ്തില്ല എന്നാണ് ജനങ്ങളും ഞങ്ങളൊക്കെ നോക്കുക എന്ന് പറഞ്ഞ അതേ കാര്യം ഇവർക്കും ബാധകമാണ്. അപ്പോ ഹെലികോപ്റ്റർ കരാർ റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ അതേ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് ഇൻവെസ്റ്ററെ കാണാൻ പോയി, അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛനെ കാണാൻ പോയി. ഇതൊന്നും ന്യായീകരിക്കത്തക്ക കാര്യങ്ങളല്ല. ഈ ചെയ്തതിനോടൊന്നും തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതൊക്കെ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നല്ല കാര്യങ്ങളാണ് ചെയ്തത് എന്ന് പറയിപ്പിക്കത്തക്ക തോതിലുള്ള കാര്യങ്ങളല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഇവിടെ ശ്രീ ജിൻഡോ ജോൺ സംവാദത്തിൽ സ്ട്രോമാൻ ഫാലസി എന്ന് പറയും, ഇല്ലാത്തൊരു കാര്യത്തിന് മറുപടി പറയുക എന്ന അർത്ഥത്തിൽ VD സതീശൻ ഊണ് കഴിക്കാൻ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞോ? പ്രളയ സമയത്ത് അദ്ദേഹം പട്ടിണി ഇരിക്കണമായിരുന്നു, നിരാഹാരം ഇരിക്കണമായിരുന്നു എന്നാരെങ്കിലും പറഞ്ഞോ? ഇല്ല. പക്ഷെ അദ്ദേഹം ഇന്ന് കേരള സമൂഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ അറിഞ്ഞില്ല പ്രളയ സമയത്ത് പട്ടിണി കിടക്കണം എന്ന കാര്യം എന്നൊക്കെ പറയാണ്. യഥാർത്ഥത്തിൽ ഉള്ള ഒരു വിഷയത്തിനല്ല അദ്ദേഹം മറുപടി പറയുന്നത്, മറിച്ചൊരു വൈകാരിക തലം സൃഷ്ടിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിഷയമുണ്ടല്ലോ, പ്രൊപ്രൈറ്റി, ഔചിത്യം എന്നുള്ളത്. അതെല്ലാവർക്കും ബാധകമായ കാര്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ ജിൻഡോ, ഇതിപ്പോ CPM ഭരിക്കുന്ന സമയത്താണ് നടക്കുന്നത് എങ്കിൽ പിണറായി വിജയനെ എന്തെല്ലാം പറയുമായിരുന്നു നിങ്ങൾ? ഔചിത്യമില്ലായ്മ ഉണ്ടായി എന്ന കാര്യത്തിലുള്ള അല്ലെങ്കിൽ എന്ന ആരോപണത്തിനുള്ള മറുപടി എന്താ? അഭിലാഷേ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ഹരിദാസ് സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്, ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട് എങ്കിൽ പോലും. പക്ഷേ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ സർക്കാർ ചെയ്യേണ്ടതായിരുന്ന, കഴിഞ്ഞ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യേണ്ടതായിരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് പോയിന്റ് ചെയ്യാനായിട്ട് CPM-ന്റെ മുൻ MLA, ഇപ്പോഴും MLA ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, വിജിൻ, ക്ഷമിക്കണം ബഹുമാന MLA വിജിൻ MLA പറഞ്ഞതിൽ നിന്ന് എന്തായിരുന്നു ചെയ്യേണ്ട കാര്യം?
അദ്ദേഹം ഊണ് കഴിച്ചത്, അതിൻ്റെ ഔചിത്യക്കുറവ്, അല്ലെങ്കിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത്, അത് ആരെ കാണാൻ പോയി എന്നുള്ള വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംസ്ഥാന സർക്കാർ ഈ പ്രളയ സമാനമായ സാഹചര്യം, പ്രളയമാണെന്ന് ഞാൻ പറയുന്നില്ല, പ്രളയ സമാനമായ സാഹചര്യത്തിൽ ചെയ്യേണ്ടിയിരുന്ന എന്തായിരുന്നു? 2018 കേരളത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആദ്യം കണ്ട ഒരു വലിയ മഹാപ്രളയമായിരുന്നു. 2018 പ്രളയത്തിൽ 500ഓളം മനുഷ്യർ മരണപ്പെട്ടു, 54 ലക്ഷം മനുഷ്യർ അഫക്റ്റ് ചെയ്തു. അതിൽ 14 ലക്ഷത്തോളം മനുഷ്യർ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. 13,000-ഓളം വീടുകൾ പൂർണ്ണമായും, അതുപോലെ തന്നെ 4 ലക്ഷത്തോളം വീടുകൾ പാർഷ്യലിയും തകർന്നു പോകുന്ന സാഹചര്യം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. അതിൻ്റെ അനുഭവത്തിൽ നിന്ന് അത് CAG റിപ്പോർട്ടുണ്ട്, ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂറി റിപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരുടെ റിപ്പോർട്ടൊക്കെ ഉണ്ട്. അതിൽ ഡാം മാനേജ്മെൻറ്റിലുണ്ടായ പിഴവും അതിരൂക്ഷമായ മഴയും എല്ലാം കൂടി വന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആക്ഷേപമുണ്ടായി. പക്ഷേ തൊട്ടടുത്ത വർഷം 2019 സമാന സാഹചര്യം ഉണ്ടായപ്പോൾ 125 പേര് മരിച്ചു. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് മാറ്റമാണ് പഠിച്ചത്? മരണസംഖ്യ കുറഞ്ഞു. അത് ആ പ്രളയത്തിൻ്റെ സാഹചര്യം കുറഞ്ഞതുകൊണ്ടാണ്, മഴയുടെ കാഠിന്യം കുറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഇനി ഞാൻ അവിടെ നിർത്തുകയാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഡച്ച് മാതൃക, റൂം ഫോർ റിവർ, വിദേശ യാത്ര, ഇങ്ങനെ കുറേ പ്രോജക്റ്റുകൾ നിങ്ങൾ കൊണ്ടുവന്നല്ലോ. നിങ്ങൾ കൊണ്ടുവന്ന റൂം ഫോർ റിവറും ഡച്ച് മാതൃകയും വിജയകരമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സാഹചര്യം വേണ്ടി വരുന്നില്ലായിരുന്നു. നിങ്ങൾക്ക് പറയാമായിരുന്നു, VD സതീശൻ ഊണ് കഴിക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ ഡച്ച് മാതൃക കൊണ്ട്, റൂം ഫോർ റിവർ കൊണ്ട് കേരളത്തിൽ ഒരു കലാമിറ്റിയും ഉണ്ടായില്ല എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാമായിരുന്നു. അങ്ങനെയും സാധിക്കില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന എന്ത് കാര്യം ചെയ്യാതെ പോയി എന്നുള്ളത് ചൂണ്ടിക്കാനിരിക്കാനില്ല. പിന്നെ പറയുന്നത്, പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ കൃത്യമായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് 14ഓളം മത്സ്യബന്ധന ബോട്ടുകൾ കൊണ്ടുവരുന്നു, 2 ഹെലികോപ്റ്ററുകൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, NDRFൻ്റെ സംഘം വന്നിട്ടുണ്ട്, ഫയർഫോഴ്സ്, പോലീസ്, MLA മാർ, ലോക്കൽ ബോഡി എല്ലാവരെയും ക്രോഡീകരിച്ചിട്ടുള്ള സംവിധാനം കൊണ്ടുവരുന്നു. അപ്പോൾ അതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഏതൊക്കെ വിദേശത്തെ വികസിത രാജ്യങ്ങളിൽ പോലും പ്രളയവും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ക്യാമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമ്പിൽ വരുന്ന ആളുകൾക്ക് സമയബന്ധിതമായിട്ട് ഭക്ഷണം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പക്ഷേ എല്ലാവർക്കും ഭക്ഷണവും എല്ലാവർക്കും സൗകര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ 10 മിനിറ്റൊക്കെ വൈകിട്ടുണ്ടാവും ആദ്യത്തെ ദിവസങ്ങളിൽ. സ്വാഭാവികമാണല്ലോ. ഇത് അങ്ങനെയല്ല. നമ്മൾ 2018 പ്രളയകാലത്തും അതിനുശേഷമൊക്കെ അന്നത്തെ LDF സർക്കാരിനെ വിമർശിച്ചത് ആ ദിവസങ്ങളിലെ ആ പ്രയാസത്തിന്റെ പേരിലല്ല, മറ്റ് പല കാര്യങ്ങളുടെയും പേരിലാണ് എന്നുകൂടി ഓർക്കണം. പ്രളയ ഫണ്ട് തട്ടിയെടുത്തത് അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു ഫോൾട്ടും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു. ആറന്മുളയിലടക്കം ഈ ക്യാമ്പുകളിൽ ഭക്ഷണം വൈകിയത് റവന്യൂ മന്ത്രി അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അത് വൈകിപ്പോയി എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച 31-ാം തീയതിയിലെ അലർട്ട്, 31-ാം തീയതി 3 മണിക്ക് ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. ജാഗ്രതാ നിർദ്ദേശം എന്ന് പറയുമ്പോൾ റെഡ് അലർട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു, ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. അതനുസരിച്ച് എന്ത് നടപടിയെടുത്തു? ഇവിടെ ഇപ്പോൾ എന്തൊക്കെ വീഴ്ച സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ 31-ാം തീയതിയുടെ വാണിംഗിൽ എന്ത് നടപടിയെടുത്തു? അതിനുശേഷം ഈ ക്യാമ്പുകൾ ഒരുക്കുന്ന കാര്യത്തിൽ എന്തെല്ലാം ചെയ്തു? അവിടെ ഈ MLA-മാർ പോയി അവിടെ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് എന്ത് ഏകോപനം ഉണ്ടായി? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഈ തൊട്ടടുത്ത വർഷം 125 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ അത് മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലും വലിയ 2 ഉരുൾപൊട്ടലുകൾ ഉണ്ടായതുകൊണ്ടാണ്. നമുക്കറിയാം, ഏത് സർക്കാർ ഭരിച്ചാലും അതുപോലൊരു ദുരന്തം ഉണ്ടായാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അഭിലാഷേ, ഞാൻ ഈ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ മരിക്കുന്ന ആളുകളും കാണാതാകുന്ന ആളുകളെയും പൂർണ്ണമായിട്ട് രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിൽ നിന്നുള്ളൊരു അഭിപ്രായം. പക്ഷേ ഷിരൂർ മണ്ണിടിച്ചിൽ സംഭവത്തിൽ നമ്മൾ കർണാടക ഗവൺമെൻറ്റിനെ ആക്ഷേപിച്ച ഒരുപാട് മാധ്യമപ്രവർത്തകർ കേരളത്തിലുള്ള ഒരു കാലം കൂടിയാണ്. ഞാൻ അഭിലാഷിൻ്റെ ചോദ്യത്തിൽ ഒരു ശരി, അഭിലാഷിനെ ഞാൻ അംഗീകരിക്കുകയാണ്, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. കാരണം അഭിലാഷ് പറഞ്ഞു 31-ാം തീയതി 3 മണിക്ക് വന്ന ആ ഇൻഫർമേഷനിൽ റെഡ് അലർട്ട് ഒന്നും ഉണ്ടായില്ല, ഓറഞ്ച് അലർട്ട് എന്നേ ഉണ്ടായുള്ളൂ. പക്ഷേ ഈ ദിവസം ഈ സമയം വരെ CPM പല ഹാൻഡിലുകളും പല മാധ്യമപ്രവർത്തകരും മുൻ മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത് റെഡ് അലർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പ്രചരണം നടത്തുന്നത്. അഭിലാഷ് ശരിയാവണ്ണം അതിന് ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞു. ഓറഞ്ച് അലർട്ട് ഉണ്ടായപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് പാസ് ചെയ്തു. 30-ാം തീയതി അതിൻ്റെ തലേ ദിവസം തന്നെ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ച് അവലോകനങ്ങളും തയ്യാറെടുപ്പുകളും മുൻകരുതലുകളും എടുത്തു. അതിനുശേഷം 30-ാം തീയതി വന്നതിന് ശേഷം കൃത്യമായി ഈ ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്തു. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ VD സതീശന്റെ പത്രസമ്മേളനം മാത്രമല്ല, അദ്ദേഹം മാത്രമല്ല, അതൊരു സർക്കാർ സംവിധാനമാണ്. അതിലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും MLA-മാരും ലോക്കൽ ബോഡി ഭരണകർത്താക്കളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു. പക്ഷെ എന്തൊക്കെ ചെയ്താലും ഈ മനുഷ്യരുടെ എല്ലാവിധ സംവിധാനത്തിനേക്കാൾ വലിയ ശക്തി കേരളത്തിൽ ഒഴുകുന്ന വെള്ളത്തിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം 1-ാം തീയതിയും സമാനമായിട്ടുള്ള മീറ്റിങ്ങും അവലോകനവും അതിനെ തുടർന്നുള്ള ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് ITBP സംഘത്തെ NDRFന്റെ പുതിയ സംഘങ്ങളെ ഏർപ്പാടാക്കി ബോട്ടുകൾ എത്തിക്കേണ്ടിടത്ത് ബോട്ടുകൾ എത്തിച്ചു. ഫയർഫോഴ്സിനെയും പോലീസിനെയും KSEB ഒക്കെ പ്രത്യേകം അതിനുള്ള സംവിധാനം കൂടുതൽ
കൂടുതൽ ആളുകളെ അതിൽ ഡിപ്ലോയ് ചെയ്തു. ഇനി ഇത് മാത്രമല്ലെന്നേ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ CPM-ലെയും കോൺഗ്രസിലെയും DYFI-ലെയും യൂത്ത് കോൺഗ്രസിലെയും യുവമോർച്ചയിലെയും BJP-യിലെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും, രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത സാമൂഹ്യ പ്രവർത്തകരും സംഘടനകളും ഒക്കെ എല്ലാവരും കൂടിയാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. താങ്കൾ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്. റവന്യൂ മന്ത്രി പറഞ്ഞു ഭക്ഷണം അല്പം വൈകിയിട്ടുണ്ട്. അത് ആദ്യത്തെ ദിവസമാണ്, അത് അല്പം വൈകി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയല്ല. അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയാകുന്നത് എങ്ങനെയാണ്? അത് ആ സംവിധാനത്തിന്റെ ഭാഗമാണ്. അത് അഡ്മിറ്റ് ചെയ്യുകയും അത് കൃത്യസമയത്ത് എത്തിക്കുകയും അതിനുശേഷം പിന്നീട് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ലല്ലോ. അതിനേക്കാൾ അപ്പുറത്ത് അവിടെ ഉണ്ടായ പിന്നെ രാഷ്ട്രീയ ആരോപണം, ബിജിലി മോനൊക്കെ പറഞ്ഞ ആക്ഷേപം, ഞാൻ അതിനൊന്നും എൻഡോഴ്സ് ചെയ്യുന്നില്ല, അതിന്റെ പുറകെ ഒന്നും പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരും പറയുന്നതും പ്രവർത്തിക്കുന്നതും മറ്റ് മനുഷ്യർ വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്കതിലൊരു അഭിപ്രായമുള്ളൂ. അതിനപ്പുറത്ത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് 10 ലക്ഷം എന്നുള്ളത് 12 ലക്ഷമാക്കും. അതുപോലെ സംസ്കാര ചെലവിന് മരണപ്പെട്ട ആളുകൾക്ക് 10,000 രൂപ അടിയന്തരമായിട്ടും, വീട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് 10,000 രൂപ അടിയന്തരമായിട്ടും, മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ, അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ചെയ്യുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇതെല്ലാം സംഘടിതമായിട്ട് ചെയ്യുന്നത്. ഇതൊരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ UDF-ന്റെ മാത്രമാണെന്ന് വിചാരിക്കരുത്. അതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും നേതാക്കന്മാരും എല്ലാവരും കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവരെയും പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ സമയത്ത് അദ്ദേഹം കഴിച്ച ഊണിന്റെയോ അദ്ദേഹം നടത്തിയ യാത്രയുടെയോ ഒക്കെ വിശദാംശങ്ങൾ ചെയ്യാൻ പോകുന്നത് അതൊരിച്ചിരി കടന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന ആളുകൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അറിയാവുന്നതുമാണ്. അത് പക്ഷേ ചിത്രമെടുത്ത് പ്രചരിപ്പിച്ച ആളുകളുടെ ഭാഗത്തുനിന്ന് ചില ശ്രദ്ധക്കുറവുണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഞാനായാലും ആ സമയത്ത് വിശന്നാൽ മനുഷ്യൻ ഭക്ഷണം കഴിക്കും. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത്, അദ്ദേഹത്തെ വ്യക്തിപരമായി കൂടി അറിയാവുന്നതുകൊണ്ട് പറയാം, അദ്ദേഹം അങ്ങനെ ഒരു വലിയ ഭക്ഷണപ്രേമിയോ അല്ലെങ്കിൽ വലിയ സൽക്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന അത്ര വലിയ താല്പര്യങ്ങളോ ഉള്ള ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഒരിക്കലും അദ്ദേഹത്തിന് ചേർന്ന ഒരു ആക്ഷേപമല്ല. ആക്ഷേപിക്കുമ്പോൾ ഫാക്ച്വലായിട്ട് ആക്ഷേപിക്കണം എന്നാളാണ്, വിമർശിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പോയിന്റ്. ശരി, ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വന്നു. എം വിജിൻ, ഇപ്പൊ മുഖ്യമന്ത്രി ആഹാരം കഴിക്കാൻ പോയി, മുഖ്യമന്ത്രി സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തു, മുഖ്യമന്ത്രി നാട മുറിച്ചു, ഉദ്ഘാടനം ചെയ്തു, യാത്ര ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കപ്പുറത്തൊരു സിസ്റ്റം ഫെയിലിയർ ഉണ്ടായി. അതുകൊണ്ട് ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നു. ഭരണത്തിന്റെ ഫെയിലിയർ എന്നത് സംബന്ധിച്ച് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എന്ത് വസ്തുതയാണുള്ളത്? അല്ല, ഇവിടെ അങ്ങ് പറഞ്ഞതിൽ തന്നെ അതിൻ്റെ മറുപടി ഉണ്ട്. കാരണം ഈ ദുരന്ത മേഖലയിൽ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഭരണ സംവിധാനം ഏകോപിപ്പിച്ചുകൊണ്ട് റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് ഒക്കെ ചേർന്നുകൊണ്ട് കോർഡിനേഷൻ ഉണ്ടാക്കേണ്ട ഒരു ഘട്ടമുണ്ട്. അതൊന്നും അവിടെ നടന്നിട്ടില്ല. ആ കോർഡിനേഷൻ നടക്കാത്തൊരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരം യാത്രകൾ നടത്തുകയും സൽക്കാരത്തിൽ പങ്കെടുക്കുകയും കട ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അവിടെയാണ് വിമർശനം. ഇവിടെ നേരെ മറിച്ച് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഇരുന്ന് ഇത് കോർഡിനേറ്റ് ചെയ്യുകയും, നേരത്തെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഘട്ടങ്ങളിൽ തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിൽ ഇരുന്ന് ഇതിൻ്റെ ഏകോപനങ്ങൾക്ക് അദ്ദേഹം അവിടെ ഇരുന്ന് നേതൃത്വം കൊടുക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ആ ഏകോപനത്തിനിടയിലെ ഭക്ഷണം ആരെങ്കിലും ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുമോ? നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷേ ഇവിടെ എല്ലാ സംവിധാനങ്ങളും തകർന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ കോഴഞ്ചേരി അവിടെയുള്ള നമ്മുടെ DYFI പ്രവർത്തകർ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ക്യാമ്പിൽ അവർ പറഞ്ഞു ഇന്നലെ രാത്രി വെളിച്ചുണ്ടായില്ല. CPM-ന്റെ പ്രവർത്തകരാണ് ജനറേറ്റർ കൊണ്ടുവന്ന് രാത്രി വെളിച്ചമുണ്ടാക്കിയത്. ഇന്നിപ്പോൾ ഒരു ലോഡ് ഭക്ഷണങ്ങൾ, അരിയും വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ ബിസ്ക്കറ്റുകളൊക്കെ ആയിട്ട് DYFIയുടെ വാഹനം പോയിട്ടുണ്ട്. നാളെ ഇപ്പോൾ വീണ്ടും 2 വാഹനങ്ങൾ പോവുകയാണ്. അവിടെ ഒരു കോർഡിനേഷൻ, പരസ്പരം വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഇതുവരെ വന്നിട്ടില്ല. മന്ത്രിമാർ ജില്ലകളിലുണ്ട് എന്നൊക്കെ പറയാമെങ്കിലും കോർഡിനേഷൻ ഉണ്ടാകുന്നില്ല. ഇന്ന് തന്നെ മാധ്യമങ്ങളിലൂടെ ക്യാമ്പിലുള്ള ജനങ്ങൾ പങ്കുവച്ചത്, ഇവിടെ ഇപ്പോൾ ശ്രീ ജിൻഡോ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ മാധ്യമ ചർച്ചയുടെ സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് ഇടയ്ക്കൊരു നൈസായിട്ട് എന്താണ് ബിജിലി മോനൊക്കെ പറയാണ്ട്, ബിജിലി മോനൊക്കെ യാഥാർത്ഥ്യം എന്തെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇന്നലെ ആ അമ്മ മാധ്യമങ്ങളോട് നെഞ്ചുപൊട്ടിയിട്ടാണ് അക്കാര്യം പറഞ്ഞത്. പിന്നീട് അവർ തന്നെ ഇപ്പോൾ ഒരു മാധ്യമത്തിന് കൊടുത്തിട്ടുണ്ട്, എൻ്റെ മരുമകൾ അവിടുത്തെ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവൾ മുന്നിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് മാറ്റി പറഞ്ഞത്. മൂന്നാമത് കൃത്യമായ കാര്യം പറഞ്ഞു. 2018 ക്യാമ്പിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു, അത് ഓണായിരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ എത്രമാത്രം സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നതെന്നൊക്കെ അവർ വീണ്ടും പറയും. അതുകൊണ്ട് നൈസായിട്ട് അത്തരം കാര്യങ്ങൾ പറയരുത്. പിന്നെ അദ്ദേഹം ഷിരൂരിൻ്റെ കാര്യം ഇവിടെ പറയുകയാണ്. ഷിരൂരിൻ്റെ കാര്യത്തിൽ വലിയ വിമർശനം തന്നെയാണ് ശ്രീ ജിൻഡോ. അവിടെ ഷിരൂരിൽ ഒരു ജനപ്രതി എന്ന നിലയിൽ കൂടി അവിടെ കേന്ദ്രീകരിച്ച് പോയി നിന്നൊരാളാണ്.
അതിൻ്റെ അർജുനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വാഹനം തിരിച്ചെടുക്കുന്നതിനും അദ്ദേഹത്തെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ തിരച്ചിലിൽ ദിവസങ്ങളോളം ഷെഡ്യൂളിൽ പോയി നിന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാം അവിടെ എന്താണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെ ഗവൺമെൻറ് ചെയ്തത്. ഞങ്ങളെയൊക്കെ പറ്റുകയായിരുന്നു. മാധ്യമങ്ങൾ 2 കിലോമീറ്റർ അപ്പുറം അടച്ചിട്ട് ഞങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഒരു രക്ഷാപ്രവർത്തനം നടത്താതെ ആരോടും പറയാതെ അവസാനിപ്പിച്ച് അവസാനം കേരളത്തിൽ നിന്നുൾപ്പെടെ വലിയ സമ്മർദ്ദം വന്ന് 72 ദിവസങ്ങൾ കഴിഞ്ഞ് നേരത്തെ തന്നെ എവിടെയാണ് ഈ ലോറി എന്നുൾപ്പെടെ ഐഡന്റിഫൈ ചെയ്തിട്ട് പോലും അത് എടുക്കാൻ തയ്യാറാകാതെ പിന്നീട് കേരളത്തിൽ നിന്ന് നിരന്തരമായ നേതാക്കന്മാരുടെ സമ്മർദ്ദം ഉണ്ടാക്കി ഇവിടെ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോഴാണ് അതിന്റെ തുടർ നടപടി. അതവിടെ നിൽക്കട്ടെ, ഞാൻ അദ്ദേഹം നൈസായിട്ട് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ആ വിമർശനം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, ഏകോപനം ഉണ്ടായിട്ടില്ല. ഏകോപനം ഉണ്ടാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കേരളത്തിലെ മുഖ്യമന്ത്രിക്കല്ലേ? ആ മുഖ്യമന്ത്രി ഞങ്ങൾ ഏതെങ്കിലും ദിവസം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നിട്ടാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ ഈ പ്രവർത്തന നേതൃത്വം കൊടുത്തിട്ടൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ സൽക്കാരത്തിന് പോയിട്ടില്ല എന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ കടയുദ്ഘാടനം മാറ്റിവെക്കുമായിരുന്നു എന്നതേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഏകോപനത്തിന് നേതൃത്വം കൊടുക്കണമായിരുന്നു എന്ന വിമർശനത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ അത്തരം വിഷയങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. ഇന്നലെ മരിച്ചവരുടെ കണക്ക് പോലും മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രി 2 കണക്കല്ലേ പറയുന്നത്. അവിടെ തന്നെ കാണുന്നില്ലേ ഏകോപനത്തിന്റെ പ്രശ്നം എന്താണ്? ഇന്നും ക്യാമ്പുകളിലേക്ക് ആ ഏകോപനം എത്തിയിട്ടില്ല. ആ എത്താത്തതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? കേരളത്തിലെ ഗവൺമെന്റിനാണ്. ആ ഏകോപനം അവർ നടത്തുന്നതിൽ പരാജയപ്പെട്ടു പോയി. ഇവിടെ ചർച്ചയിൽ ഞാൻ വന്ന ഉടനെ രാഷ്ട്രീയം പറയുന്നു. രാഷ്ട്രീയം പറയേണ്ട സാഹചര്യത്തിൽ പറയണ്ടേ? ദുരന്തമുഖത്ത് ജനങ്ങളെല്ലാം ഇത്രയും ഗുരുതരമായ സാഹചര്യം അഭിമുഖീകരിക്കുമ്പോൾ ഈ സർക്കാരിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനത്തെ തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്തമാണ്. അത് രാഷ്ട്രീയമെങ്കിൽ അത് പറയുക തന്നെ ചെയ്യുന്നേ. അത്രയും പരാജയപ്പെട്ടു പോയി ഈ ഗവൺമെന്റ് എന്നിടത്ത് അത് തിരുത്താൻ കൂടിയാണ് പറയുന്നത്. അപ്പൊ പരിഹാസേന ഞാൻ ഭക്ഷണം കഴിച്ചു പോയി എന്ന് മാധ്യമ സമ്മേളനം നടത്തി മറുപടി പറയലല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം എന്നത്. ഇവിടെ ചില തെറ്റായ പ്രചരണങ്ങൾ അതിന്റെ ഭാഗമായി നടത്തി. LDFന്റെ ഏകോപനത്തിന്റെ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനതിന്റെ രേഖ പൂർണ്ണമായി എടുത്തിട്ട് തന്നെയാണ് ഈ മാതൃഭൂമിയുടെ ചർച്ചയിൽ വന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് കോർഡിനേഷൻ നടത്തിയത്, ആരൊക്കെയാണ് ഏകോപനത്തിന് നിശ്ചയിച്ചു കൊടുത്തത്, ആർക്കൊക്കെയാണ് ക്യാമ്പുകളുടെ ഉത്തരവാദിത്തം കൊടുത്തത്, ആരൊക്കെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് 12,253 ക്യാമ്പുകൾ മാതൃകാപരമായി നടത്തി. ജിൻഡോ അതിനിടയിൽ പറയാണ് എന്തോ ഫണ്ട്, ഏത് ഫണ്ട് തട്ടിപ്പാ? ഓമനക്കുട്ടന്റെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കിയ വാചാരോപണമാണോ നിങ്ങൾ പറയുന്ന ഫണ്ട് തട്ടിപ്പ്? ആ നിലയിലേക്കല്ല നിങ്ങൾ പറയേണ്ടത്. ആ ഗവൺമെന്റ് ഏകോപനത്തെ മികവുറ്റതായിരുന്നു. ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതും പരിഹരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് കേരളത്തിന്റെ ദുരന്തമുഖത്ത്. പക്ഷേ ഇന്ന് ഈ തീവ്രമായ മഴ വന്നപ്പോൾ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചതിന്റെ ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മൂഴിയാർ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്ന മുന്നറിയിപ്പില്ലാതെ എന്ന പ്രശ്നം നിൽക്കുന്നുമുണ്ട്. അതൊക്കെ ഈ ഗവൺമെന്റിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനത്തിന്റെ കൂടി ഭാഗമായിട്ടുണ്ടാവുകയാണ്. 2018 മനുഷ്യനിർമ്മിതമെന്ന് പറഞ്ഞവർ ഇന്ന് പറയാണ് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കേരളത്തിന്റെ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തടിതപ്പ് നിലയിലേക്കുള്ള ഒരു പത്രസമ്മേളനം കൂടിയാണ് മുഖ്യമന്ത്രി നടത്തിയത്. അത് കാലം, ഞാൻ കെ മുരളീധരന്റെ പ്രയോഗം ഇവിടെ പറയുന്നില്ല, അതെല്ലാവർക്കും കേട്ട ഒന്നാണ്. ഇന്ന ആളുകൾ ഭരിക്കുമ്പോൾ ഇന്നൊക്കെ പ്രശ്നം വരും എന്നത് അത് കണ്ടോളണം. ഇത് അപകടകരമായ വിധത്തിൽ കൈകാര്യം ചെയ്യരുത്. ജാഗ്രത ഉണ്ടാകണം, തിരുത്തണം. ജനങ്ങളുടെ ജീവനാണ്, ജീവിതമാണ്. അത് ഈ ഗവൺമെന്റ് ബോധ്യമാണ്. അതിന് രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയം അത് പങ്കുവെക്കുക തന്നെ ചെയ്യും. ശരി, ഓക്കെ. ഇവിടെ ശ്രീ യുവരാജ് മുകുൽ, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രതിനിധികളും ഒക്കെ അതാതിടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ചില പ്രശ്നം വന്നു. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ ചിലയിടങ്ങളിൽ റാന്നിയിൽ ഇന്നലെ രാവിലെ ചില പ്രശ്നമുണ്ടായി. ആറന്മുളയിൽ ദുരിതാശ്വാസ ക്യാമ്പ് സംബന്ധിച്ച് പ്രശ്നമുണ്ടായി. അതിനപ്പുറത്ത് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. അതാതിടങ്ങളിലെ നാട്ടുകാരോ രാഷ്ട്രീയക്കാരോ ജനപ്രതിനിധികളോ ഒക്കെ വേണമെങ്കിൽ ഇറങ്ങിക്കോണം എന്ന അവസ്ഥയുണ്ടോ? അഭിലാഷ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്കിപ്പോ ഈ അവിടെ ഇപ്പൊ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്, എന്ത് നടക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളിപ്പോ എങ്ങനെയാണ് ചർച്ച നടത്തുക എന്നുള്ളതിനെ കുറിച്ചിട്ട് സത്യസന്ധമായി എനിക്കറിയില്ല. ഒരുപക്ഷെ എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കുഴപ്പമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല അതിന് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ വിഷയത്തിനകത്ത് ചർച്ച നടത്തുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഞാൻ മറ്റെന്തെങ്കിലും തരത്തിൽ ന്യായീകരിക്കുന്നു പോകുന്നുള്ളൂ പോലെ എനിക്ക് പേടിയുണ്ട്. കാരണം ഒരു ദുരന്തമുഖത്തിപ്പോൾ എന്താണ് ലൈറ്റില്ല, വെളിച്ചമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും വലിയ മഴയും പ്രശ്നമൊക്കെ നടന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ ഇപ്പോൾ സേവാഭാരതിക്കാരും DYFIക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും എല്ലാവരും ഇറങ്ങിയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് ഇറങ്ങുക, ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ ഏകോപനത്തിനകത്ത് മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നുള്ള കാര്യത്തിനകത്ത് 2 അഭിപ്രായം എനിക്കില്ല.
മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്ത് എറണാകുളത്ത് പോകേണ്ട ആളായിരുന്നു എന്നോ അല്ലെങ്കിൽ മലബാറിലേക്ക് പോകേണ്ട ആളായിരുന്നു എന്നുള്ള കാര്യത്തിനകത്തും എനിക്ക് അഭിപ്രായം ഇല്ല. കാരണം ഒരു ദുരന്തം കേരളം ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള കേരളത്തിന്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. കണ്ണടച്ച് തുറക്കും മുമ്പാണ് ഇവിടെ പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഒരാഴ്ച മുമ്പ് പോലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവില്ല. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു 50% പോലും നമുക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പൊ കേരളത്തിന്റെ സാഹചര്യം അത്രയും വോളറ്റൈലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ആ ഒരു സാഹചര്യത്തിനകത്ത് അതിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വവും ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം ഇവിടെ എന്താണ് ജൂവലറി ഉദ്ഘാടനം ചെയ്യാൻ പോവുക പോലെയുള്ള കാര്യങ്ങളായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. പകരം അദ്ദേഹം ആ ഏകോപനത്തിനകത്ത് ദുരന്ത നിവാരണ സേനയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം കാര്യങ്ങളെ മോണിറ്റർ ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സർക്കാരിന് തന്നെയായിരുന്നു അതിന്റെ ഗുണമുണ്ടാകേണ്ടിരുന്നത്. പകരം അദ്ദേഹം തന്നെയാണ് പോയിട്ട് ഇത്തരത്തിലുള്ള സ്വയം കൃതാനർത്ഥം എന്ന് പറയുന്ന ഒരു കുഴി കുഴിച്ച് അതിനകത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടുന്ന മറ്റൊരു വിഷയം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ഒരു ദശകമായിട്ട് കേരളം ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ എന്താണ് അതിനെ ശാശ്വതമായിട്ട് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു ദുരന്തത്തിന്റെ മുഖത്ത് അത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകേണ്ട എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. നമുക്കറിയാം കേരളത്തിൽ മഴ വർദ്ധിച്ചിട്ടൊന്നുമില്ല. കേരളത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ ഏതാണ്ട് സമാനം തന്നെയാണ്. സമാനമാണ്, പക്ഷെ അതിന്റെ പാറ്റേണിൽ മാത്രവുമല്ല വ്യത്യാസമുള്ളത്. കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത് മാത്രമല്ല, അതായത് ഇപ്പൊ ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്യാണ്. എന്ത് സംഭവിക്കും? അതെ, തീർച്ചയായിട്ടും 31-ാം തീയതി രാത്രി അങ്ങനെയാണ് സംഭവിച്ചത്. 31-ാം തീയതി വൈകുന്നേരം 8 മണിക്കോ 9 മണിക്കോ ഒന്നും ആരും പ്രതീക്ഷിച്ചില്ല. അതിനുശേഷമുള്ള മണിക്കൂറിൽ അതിതീവ്ര മഴ. ആ സമയത്ത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ആ പാറ്റേൺ മാറുന്നുണ്ട്. അല്ല, ആ പാറ്റേൺ, അതാണ് ഞാൻ പറയുന്നത്. പാറ്റേൺ 2026-ലല്ലോ മാറുന്നത്. നമ്മൾ 2017-18 മുതൽ നമ്മൾ ഈ പാറ്റേൺ മാറുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ കാണുകയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. നോക്കൂ, കേരളത്തിനകത്ത് ഉണ്ടായിരുന്നിട്ടുള്ള ഇപ്പോൾ നമ്മുടെ നെൽവയലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ അത് ഈ പറയുന്ന ജലസംഭരണികളായിട്ട് കൂടി പ്രവർത്തിച്ചിരുന്ന ഒന്നാണ്. 8.76 ലക്ഷം ഹെക്ടർ വയലുണ്ടായിരുന്ന കേരളത്തിനകത്ത് ഇന്ന് അത് 2 ലക്ഷം ഹെക്ടറിലേക്ക് മാത്രമായിട്ട് അത് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു മഴ വരുന്ന സമയത്ത് ഇത് എവിടെ ഹോൾഡ് ചെയ്യും എന്നുള്ള അത് നമുക്ക് ഒരു തരത്തിലുള്ള പിടിയും കിട്ടുന്നില്ല. ഇതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ റൂം ഫോർ റിവർ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ നെതർലൻഡ്സിലേക്ക് പോയി. അത് ഇവിടെ നടപ്പിലാക്കിയോ? എന്നാൽ അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ച ഫണ്ട് എന്ത് ചെയ്തു? അതിനെ ശാശ്വതമായിട്ട് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് 2 പേർക്കും ഒളിച്ചോടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് ഒളിച്ചോടിയതുപോലെ തന്നെയാണ് മുൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരിതിന് പരിഹാരം കാണാൻ വേണ്ടി 10 വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യമാണ്. ശരി, അവിടെ ശ്രീ MK ഹരിദാസ് ഹെലികോപ്റ്ററിന്റെ കാര്യം പറയുമ്പോൾ മാസം 80 ലക്ഷം രൂപ വാടക കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും കരാറുണ്ട്, അടുത്ത മാസമേ തീരത്തുള്ളൂ. ഒരു മാസം ഓടിയാലും ഇല്ലെങ്കിലും 80 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ 25 മണിക്കൂർ ഓടാം. ഈ 80 ലക്ഷത്തിന് 25 മണിക്കൂർ ഓടാം. 25 മണിക്കൂറിൽ കൂടുതൽ ഓടിയാലേ പിന്നെ എക്സ്ട്രാ പണം കൊടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന പോയിന്റ് എനിക്കുണ്ട്. പക്ഷേ ആ ഹെലികോപ്റ്റർ എന്തിനു ഉപയോഗിക്കണമായിരുന്നു എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഔചിത്യം കാണിക്കേണ്ടായിരുന്നു. കേരളം ഒരു പ്രളയ സാഹചര്യത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രളയ സമാനം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മഴക്കെടുതിയുടെ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടത് ഏത് യാത്രക്കായിരുന്നു എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളില്ലേ? എനിക്കിവിടെ CPM-ന്റെ MLA-യോട് അങ്ങ് ദയവ് ചെയ്തിട്ട് 10 വർഷം ഭരിച്ചിട്ട് നിങ്ങളുടെ ഭരണം അങ്ങേയറ്റം മോശമായത് കൊണ്ടാണ് ഭരണം UDF-നെ ഏൽപ്പിച്ചിട്ടുള്ളത് ജനങ്ങൾ. 72 ദിവസമായ ഒരു സർക്കാർ പൂർണ്ണ പരാജയമെന്നൊന്നും പറയാതെ നിങ്ങളൊരു ജനപ്രതിനിധിയാണ്. എന്റെ പ്രായം കൊണ്ടാണ് ഞാൻ പറയുന്നത്. 72 ദിവസം കൊണ്ടൊക്കെ ഒരു സർക്കാരിനെ വിലയിരുത്താൻ പറ്റുമോ ശ്രീ വിജിൽ? എന്താണ് ഈ പറയുന്നത്? 72 പോയിട്ട് 720 ദിവസമായി, 2 കൊല്ലമായി കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ വരുത്തിയ ഡാമേജ് ആണ് ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് UDF പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ? ഞാനത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഞാൻ 72 ദിവസം കൊണ്ട് സർക്കാർ പരാജയം എന്നല്ല പറഞ്ഞത്. ഈ ദുരന്ത മുഖത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഈ ദിവസങ്ങളിൽ
ഈ സർക്കാർ പരിപൂർണ പരാജയമാണെന്ന് പറയത്തക്ക തോതിലുള്ള ഒരു സംഭവവും ഈ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇതൊക്കെ പ്രളയം ഇത്തരത്തിലുള്ള ഒരു മഴ, ഒരാഴ്ച പെയ്യേണ്ട മഴ കേവലം 24 മണിക്കൂർ കൊണ്ട് പെയ്ത് കഴിഞ്ഞാൽ താങ്കൾ സംസാരിക്കുമ്പോൾ എനിക്ക് 100 പ്രാവശ്യം ഇടപെടേണ്ട സംഗതികൾ ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് എന്നെ പറയാൻ അനുവദിക്കൂ. പിന്നെ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസിന്റെ ഒരു യുവ നേതാവ് ഈ ഹെലികോപ്റ്റർ വിഷയത്തിന്റെ ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു, മാതൃഭൂമിയിലല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു UDF അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന പണി ഈ ഹെലികോപ്റ്റർ കരാർ റദ്ദ് ചെയ്യുകയാണ് എന്നാണ്. ഒരിക്കലല്ല, പല പ്രാവശ്യം പല നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ 72 ദിവസം കൊണ്ട് ഒരു ഹെലികോപ്റ്ററിന്റെ കരാർ റദ്ദ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. മാത്രവുമല്ല, ദുരന്തമുഖം കാണാൻ വേണ്ടിയിട്ട് പത്തനംതിട്ട ജില്ലയിലോ ഇതിനേക്കാൾ അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിലോ ഈ ദുരന്തം എത്രത്തോളം മഴ കൊണ്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ കൊണ്ട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഈ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചതെങ്കിൽ നമുക്ക് 80 ലക്ഷത്തിന്റെ വാടക വസൂൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ചെയ്ത കാര്യമായിട്ട് നമുക്കതിനെ ന്യായീകരിക്കാമായിരുന്നു. ഇവിടെ അതല്ല ഉണ്ടായിരിക്കുന്നത് അഭിലാഷേ. അദ്ദേഹം പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ഒരു ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ പിടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് ഇൻവെസ്റ്റർ ആണെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹത്തെ കാണും. അപ്പൊ അദ്ദേഹം ഭാര്യയുടെ അച്ഛനെ കാണാനായാലും ഇടമുളയ്ക്കൽ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനായാലും സൗജന്യമായിട്ടാണെങ്കിൽ പോലും സർക്കാരിന്റെ ഒരു സംവിധാനമാണ് ഈ ഹെലികോപ്റ്റർ. നിലവിൽ 80 ലക്ഷം രൂപ വാടക കൊടുക്കുമ്പോൾ അത് സർക്കാർ സംവിധാനമാണ്. ആ സംവിധാനം ദുരുപയോഗം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിലുള്ള എന്റെ അഭിപ്രായം പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ശ്രീ ജിൻഡോ, താങ്കൾ പറഞ്ഞു മലബാറുകാരുടെ ഭക്ഷണത്തിന്റെ ആകർഷത. നമ്മള് എന്താണ് പറയുക, നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ താങ്കൾ എത്രയോ ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. ആ ചർച്ചകളിൽ ചില സ്വകാര്യ വ്യക്തികൾ ഒരുക്കിയ ഭക്ഷണത്തിന്റെ സ്വാദിനെ കുറിച്ചിട്ട് സജി ചെറിയാനെ പോലുള്ള മന്ത്രിമാരൊക്കെ പറയുമ്പോൾ എത്രത്തോളം നമ്മൾ ഈ സമൂഹ മാധ്യമത്തിലൊക്കെ അവരെ വിമർശിച്ചിട്ടുണ്ട്. ഇതിനാണോ നിങ്ങൾ ഈ യാത്ര നടത്തിയത്? ഈ എന്താണ് പറയേണ്ടത്, ജനങ്ങളുടെ പ്രശ്നം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇത്തരത്തിലൊരു യാത്ര നടത്തിയത്? അല്ലാണ്ട് ഭക്ഷണം കഴിക്കാനാണോ, വരാൽ കഴിക്കാനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയെ സാധാരണ ഒരു ഭക്ഷണം അദ്ദേഹം കഴിച്ചതിനെ കേരളത്തിലെ ഒരു ജനങ്ങളും വിമർശിക്കില്ല. വിമർശിക്കുന്നതിനേക്കാൾ കൂടുതലായി അദ്ദേഹത്തിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിലെ ബോഡി ലാംഗ്വേജും പത്രമാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അവഗണനാപൂർവമുള്ള മറുപടികളും അങ്ങേയറ്റം മോശമായി. കാരണം അത് പറയേണ്ട സാഹചര്യമല്ല. ഒരു ദുരന്ത ഭൂമിയാണ് കേരളം, ഭാഗികമായിട്ടെങ്കിലും ഒരു ദുരന്ത ഭൂമിയാണ്. ആ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം പകരേണ്ട വിധത്തിലെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് ആശ്വാസം പകരേണ്ട വ്യക്തി അത്തരത്തിൽ എടുത്തു ചാടി സംസാരിച്ചത് അങ്ങേയറ്റം തെറ്റായി പോയെന്നാണ് അഭിലാഷ് എനിക്ക് പറയാനുള്ളത്. ശരി, ഇനി ശ്രീ ജിൻഡോ ജോൺ, മുഖ്യമന്ത്രി എന്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന ചോദ്യം കഴിഞ്ഞ 3-4 ദിവസമായി അന്തരീക്ഷത്തിൽ ഉണ്ടല്ലോ. മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത് അദ്ദേഹം ഒരു ഇൻവെസ്റ്ററെ കാണാൻ പോയി എന്നുള്ളതാണ്. അങ്ങനെ പേര് വെളിപ്പെടുത്താൻ പാടില്ലാത്ത ഇൻവെസ്റ്റർ ഉണ്ടോ? അമ്പലത്തിലൊക്കെ ഗാനമേള നടക്കുമ്പോൾ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഒരു നാട്ടുകാരൻ ആവശ്യപ്പെട്ട പാട്ട് എന്നൊക്കെ അനൗൺസ് ചെയ്ത് നമ്മൾ പാട്ട് പാടുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ കപ്പാസിറ്റിയിൽ ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അദ്ദേഹം ഒരു സ്വകാര്യ സന്ദർശനത്തിന് ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, എന്നിട്ടത് ഞാൻ ആരാന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഓക്കെയാണ് എനിക്ക്. പക്ഷേ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ആവശ്യത്തിന് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ആരാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? പക്ഷേ ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് ഒരു മിനിറ്റ് മറ്റ് 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയണം. 2018 പ്രളയ സമയത്ത് എല്ലാ കാര്യങ്ങളും സർക്കാരാണ് ഏകോപിപ്പിച്ചതെന്ന് വിജിൻ MLA പറഞ്ഞത് എനിക്കതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. എൻ്റെ നാട്ടിൽ ഉൾപ്പെടെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ, ആ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട യുവജന, വിദ്യാർത്ഥി, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ സംഘടിപ്പിച്ച് ക്യാമ്പുകളിൽ എത്തിച്ച് നൽകിയ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് മനുഷ്യരുടെ അതൊക്കെ റദ്ദ് ചെയ്തിട്ട് അത് മുഴുവൻ സർക്കാരാണ് ഏകോപിപ്പിച്ചത്, നടത്തിയതെന്നൊക്കെ പറഞ്ഞാൽ അത് 100% ശരിയല്ല. രണ്ടാമത്തത്, ഈ ക്യാമ്പുകളിൽ വെളിച്ചമില്ല, KSEBിയുടെ പരാജയം, സർക്കാരിൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ വെള്ളം പൊങ്ങി കറണ്ട് മുഴുവൻ പോയി കിടക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ വെളിച്ചമുണ്ടാകില്ല. അവിടെ ജനറേറ്റർ എത്തിച്ച DYFIക്കാർക്ക് പ്രത്യേക അഭിനന്ദനമുണ്ട്. അത് അവരെത്തിച്ചില്ലെങ്കിൽ മറ്റാരെങ്കിലും എത്തിക്കും, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് എത്തും. ആദ്യം ആരെത്തിച്ചു എന്നുള്ളതിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ക്രെഡിറ്റിൻ്റെ ആവശ്യം. പക്ഷേ ഈ സമയത്ത് കറണ്ട് ഇല്ലാതിരുന്നു എന്ന് ഒരു കുറവായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല.
രണ്ടാമത്തത് ബിജ്ലി മോഹനുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഇതുപോലെ സമാനമായ ഒരു സാഹചര്യം എം വി ഗോവിന്ദൻ്റെ ജാഥയുടെ സമയത്ത് പെൻഷൻ LDF തുടർന്നാലേ പെൻഷൻ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു PR പണി നടത്തി. അതിൻ്റെ സത്യവും വസ്തുതയൊക്കെ പിന്നീട് പുറത്തു വന്നതാണ്. അപ്പോൾ അതിന് സമാനമായ സാഹചര്യമാണ്. ഇനി ആ പത്തനംതിട്ടയിലെ ആ ചേട്ടത്തിയെ കൊണ്ട് നിങ്ങൾ എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയിച്ചാലും യാഥാർത്ഥ്യമൊക്കെ നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അടുത്ത് ഷിരൂരിലെ കാര്യം. ഷിരൂർ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അവിടെ ലോറി കിടക്കുന്ന എവിടെയാണെന്ന് ആദ്യമേ സ്കാനിങ്ങിൽ കണ്ടെത്തി. പക്ഷെ അവിടെ തെരച്ചിൽ നടത്താൻ സമ്മതിച്ചില്ലല്ലോ. ഈ കേരളത്തിൽ നിന്ന് എവിടെന്നോ ഒരു രഞ്ജിത്ത് ഇസ്രായേലി കൊണ്ടുപോയി കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകർ കൊടയും ചൂടി കാറ്റത്ത് മണ്ണിടിച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവിടെ തിരയും എവിടെ തിരയെന്നും പറഞ്ഞ് കുറേ PR പണി നടത്തി സമയം വൈകിച്ചതല്ലേ? യാഥാർത്ഥ്യം നമുക്കറിയാലോ. നമ്മുടെ ചൂരൽമലയെ പോലെ എത്ര മനുഷ്യരെ ഇപ്പോഴും കണ്ടുകിട്ടാത്ത. അപ്പോൾ നമുക്കിതിൻ്റെ യാഥാർത്ഥ്യം അറിയാം. നമ്മളുടേത് നല്ലതും മറ്റുള്ളവരുടെ മോശമെന്ന് പറയാൻ പാടില്ല, എല്ലാത്തിനെയും കാണാൻ പറ്റണം. 2, പ്രളയ ഫണ്ട് തട്ടിയെടുത്തതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്ന് താങ്കൾ പറഞ്ഞത്. കളമശ്ശേരിയിലെ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതും കാക്കനാട് അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ള സിയാദ് ആത്മഹത്യ ചെയ്തതും എന്തിനു വേണ്ടിയിട്ട്, എന്തായിരുന്നു കാരണമെന്ന് താങ്കളൊന്ന് അന്വേഷിക്കണം. സിയാദിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് പിണറായി വിജയൻ ഭരിച്ച 8 വർഷക്കാലവും പുറത്തു വന്നിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇപ്പോഴത്തെ പ്രളയ സമാനമായ സാഹചര്യം, നിങ്ങൾ വിദേശയാത്ര നടത്തി പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് നടത്തിയ ആ റൂം ഫോർ റിവർ സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പൂർണ്ണമായിട്ടും സജ്ജമാക്കപ്പെട്ടിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല. താങ്കളായിരുന്നു പിണറായി വിജയനെ കഴിഞ്ഞ 5 കൊല്ലക്കാലം പിന്തുണച്ച ഒരു MLA കൂടിയാണ് താങ്കൾ. ആ റൂം ഫോർ റിവറിൻ്റെയും റീബിൽഡ് കേരളയുടെയും സക്സസ്ഫുൾ റേറ്റ് താങ്കളൊന്ന് പറയണം എന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്. പിന്നെ പ്രളയം ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഇപ്പോൾ ആസാമിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഋഷികേശിലടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ സമാനമായ സാഹചര്യം മേഘവിസ്ഫോടനമൊക്കെ ഉണ്ട്. അപ്പോൾ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ അപ്പുറത്ത് ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും വരും. പക്ഷേ അവിടെ നമ്മൾ എല്ലാവരും കൂടി യോജിച്ച് അതിനെ പരമാവധി തരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പക്ഷേ അക്കാര്യത്തിൽ രാഷ്ട്രീയം പറയേണ്ടതുണ്ടെങ്കിൽ രാഷ്ട്രീയം പറയണം, പക്ഷേ ഫാക്ച്വലായിട്ട് പറയണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ എളിയ തിരുത്ത്. ഇനി ഭക്ഷണം കഴിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം ഇതുകൂടി പറഞ്ഞിട്ട് അഭിലാഷിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. ഭക്ഷണം കഴിച്ചതിൻ്റെ ഇവിടെ VD സതീശന് ഭക്ഷണം മറ്റൊരു കുടുംബത്തിൽ ചെന്നപ്പോൾ അവർ വിളമ്പിക്കൊടുത്ത ഭക്ഷണമാണ്. നവകേരള സദസ്സിൻ്റെ ഭക്ഷണം നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് അണ്ടിപ്പരപ്പിൽ അരച്ച ചിക്കൻ കറി കൂട്ടി പൗരപ്രമുഖന്മാരെ കൂട്ടി മുഖ്യമന്ത്രി കഴിച്ചതാണ്. സർക്കാർ ചെലവിൽ നടത്തിയ പ്രോഗ്രാമാണ്. മറ്റത് VD സതീശൻ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ വിളമ്പിയ ഭക്ഷണമാണ്. അതിൽ എത്ര വിഭവം ഉണ്ടായി, എത്ര വിഭവം അത്രയും കഴിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അദ്ദേഹം കഴിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്, ആ വന്ന സമയം, അതൊക്കെയാണ് ഇവിടെ ഔചിത്യത്തിന്റെ പ്രശ്നമായിട്ട് പറയുന്നത്. പക്ഷെ ഞാൻ അതിനെ ആ രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. വിമർശിക്കുമ്പോൾ നമ്മൾ ഫാക്ച്വലായിട്ട് വിമർശിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് പോരായ്മ എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇനി അഭിലാഷിന്റെ ചോദ്യത്തിലേക്ക്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നത് അത് ഒഫീഷ്യൽ പ്രോഗ്രാമിനാണ് വന്നത്. ആദ്യം പലരും പറഞ്ഞത് അദ്ദേഹത്തിന്റെ അമ്മായി അച്ഛനെ കാണാൻ ആശുപത്രിയിൽ പോയെന്നാണ്. അദ്ദേഹം അമ്മായിയച്ഛനെ കാണാൻ പോയതാണെങ്കിൽ പോലും പോകണമെന്ന് പറയുന്ന ഒരാളാണ്. കാരണം ഒരു മുഖ്യമന്ത്രി സ്വന്തം കുടുംബാംഗങ്ങളെ പോലും ഇട്ടെറിഞ്ഞിട്ട് മുഴുവൻ കാര്യത്തിനും നടക്കണം എന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ രാത്രി വീട്ടിൽ കയറുമ്പോൾ അവൻ്റെ കുട്ടിക്ക് പാല് മേടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ പച്ചക്കറി മേടിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാത്ത താങ്ക്ലെസ് സൊസൈറ്റി ആയിട്ടിരിക്കുന്ന കാലത്ത് ജനപ്രതിനിധികൾ അവരുടെ വീട്ടുകാരെ കൂടി ഒന്ന് ആശുപത്രിയിൽ പോയി കാണുന്നത്, ഈ വലിയ തിരക്കിൻ്റെ ഇടയ്ക്ക് കാണുന്നത് ഒരു തെറ്റായ മാതൃകയല്ല, അതൊരു നല്ല മാതൃകയാണെന്ന് കരുതുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വന്നത് സർക്കാർ പരിപാടിക്ക് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് വേണ്ടിയിട്ടാണ് പോയതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് വിശ്വസിക്കണം ഇപ്പോൾ തൽക്കാലം. അതിനപ്പുറത്ത് എന്തെങ്കിലും മാധ്യമ പ്രവർത്തകർ അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ നമുക്ക് മറ്റൊരു ചർച്ച നടത്താം. അതിനപ്പുറത്ത് അദ്ദേഹം പറഞ്ഞാൽ ഒരു കുഴപ്പം കൂടിയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. താങ്കളുടെ ചോദ്യത്തിൽ അത് എല്ലാവരോടും വെളിപ്പെടുത്തേണ്ട സാഹചര്യം വരുമ്പോൾ വെളിപ്പെടുത്താം. ചില പ്രോജക്റ്റുകൾ അതിൻ്റെ ആലോചന ഘട്ടത്തിൽ എല്ലാവരോടും വെളിപ്പെടുത്താൻ പറ്റില്ല. കാരണം ആ പ്രോജക്റ്റ് എന്താണെന്ന് വെളിപ്പെടുത്തിയാൽ നമ്മളെക്കാൾ വിസ്തൃതിയുള്ള, നമ്മളെക്കാൾ അടിസ്ഥാന സൗകര്യങ്ങളുള്ള മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകളും ചിലപ്പോൾ അത്തരം പ്രോജക്റ്റുകൾക്ക് വേണ്ടി ക്ലെയിം ചെയ്യും. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് എന്തിനാണ് ഇപ്പോൾ പുറത്തു പറയുന്നത്? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക്, ആ ഇൻവെസ്റ്റ്മെന്റ് സാധ്യമാകുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രഖ്യാപിക്കും. അല്ല, നമ്മൾ അറിഞ്ഞാൽ മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനപ്പുറത്ത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അന്വേഷിക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ചെന്നൈയിൽ ഒരു ചർച്ച നടത്തിയതിനു ശേഷമാണ് അവർ ഇങ്ങോട്ട് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവരെല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലും ഒരു പക്ഷേ ചർച്ച നടത്തുന്നുണ്ടാവും. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് കേരളത്തിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളാണോ എനിക്കറിയില്ല അക്കാര്യത്തിൽ. അതിലൊക്കെ മുഖ്യമന്ത്രിയാണ് വ്യക്തത വരുത്തേണ്ടത്. ഈ കാര്യത്തിൽ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ താങ്കൾ ഈ ചർച്ചയിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം എന്താണ്? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരള ഹൗസിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ നിർമ്മല സീതാരാമനും KV തോമസും ഒക്കെ പങ്കെടുത്തു. പുട്ടും കടലയും കഴിച്ചു. പക്ഷെ അവർ തമ്മിൽ എന്താണ് ചർച്ച ചെയ്തത് എന്ന് അറിയില്ല. അതൊരു ഔദ്യോഗിക മീറ്റിംഗ് അല്ലേ? കേരളം അറിയേണ്ടതെന്ന് താങ്കൾ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്? നോക്കൂ, ആ മീറ്റിംഗിന്റെ കാര്യത്തിൽ നമുക്ക് എന്തൊക്കെ അറിയാം? അവർ കഴിച്ചത് പുട്ടും കടലയുമാണ്. കേരള ഹൗസിലാണ് അത് മീറ്റിംഗ് നടന്നത്. നിർമ്മല സീതാരാമനും KV തോമസും പിണറായി വിജയനുമാണ് പങ്കെടുത്തത്. ഇതൊക്കെ നമുക്കറിയാം. അവർ തമ്മിൽ എന്താ സംസാരിച്ചതെന്ന് അറിയാത്തുള്ളൂ. നോക്കൂ, ഇവിടെ VD സതീശൻ ആരെയാണ് കണ്ടതെന്ന് നമുക്കറിയില്ല, എവിടെ വെച്ചാണ് കണ്ടതെന്ന് നമുക്കറിയില്ല.
അവരെന്താണ് സംസാരിച്ചത് എന്ന് നമുക്കറിയില്ല. ഇതൊരു സ്വകാര്യ സന്ദർശനമാണെങ്കിൽ ഓക്കെ, നമ്മളത് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഇതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണെന്ന് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നു. ഒഫീഷ്യൽ മീറ്റിംഗ് ആണെങ്കിൽ കേരളം അറിയണ്ടേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല അഭിലാഷ്, ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഡൽഹിയിൽ നിർമ്മലാ സീതാരാമനെയും RSSകാരായിട്ടുള്ള ആർലേക്കറും KV തോമസിനെയും കൂട്ടി പുട്ടും കടലും കഴിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ആ മീറ്റിംഗ് അല്ലേ, ആ മീറ്റിങ്ങിൻ്റെ ആ സാങ്കത്യം അത് എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ED നോട്ടീസ്, മകളുടെ മാസപ്പടി കേസ്, മറ്റ് പല കേസുകളിലൊക്കെ സാഹചര്യത്തിലാണ് ആ ചർച്ചകളൊക്കെ നടക്കുന്നത്. അങ്ങനെ കൊടുമ്പിരി കൊണ്ട വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അവിടെ എന്ത് സംസാരിച്ചു എന്നുള്ളത് ഇവർക്ക് കേരളത്തിലെ ആർക്കും അറിയില്ല, നമുക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ആരെ കണ്ടതെന്ന് പോലും ആർക്കും അറിയില്ല. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ പറയാത്ത ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലൊരു കാര്യം കൂടിയുണ്ട്. എല്ലാ കാര്യങ്ങളും ഇത്തരം വ്യവസായികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം കണ്ടത് കേന്ദ്ര ഒരു കാര്യം അഭിലാഷേ, ഒറ്റ കാര്യം കൂടി പൂർത്തിയാക്കിയിട്ട് താങ്കൾ ചോദിച്ചോ. ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം. ശരി, പറയൂ. അല്ല, ഒറ്റ കാര്യം എനിക്ക് മനസ്സിലായി. ഒരു കാര്യം, എനിക്കൊരു 30 സെക്കൻഡ്. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ കേന്ദ്ര ധനകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിച്ച കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. ആരെയാണ് കണ്ടത്, ഏത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. ഇതൊരു ഇൻവെസ്റ്റേഴ്സ് മീറ്റാണ്. അപ്പുറത്ത് നിൽക്കുന്ന ഒരു പ്രൈവറ്റ് പാർട്ടിയാണ്. അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ മറ്റ് സ്റ്റേറ്റുകളുണ്ടെങ്കിൽ, ഇപ്പോൾ ചെന്നൈ തന്നെ മറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല സാഹചര്യങ്ങളുമായി വേറെ സ്റ്റേറ്റുകളുണ്ട്. തെലങ്കാനയും കർണാടകയും ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് മറച്ചു വയ്ക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഘട്ടം കൂടി കഴിഞ്ഞാൽ നമ്മളുടെയിലേക്ക് അത് വരും എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായാൽ അനൗൺസ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യുക മുഖ്യമന്ത്രി, അപ്പൊ മുഖ്യമന്ത്രി മാത്രം പേഴ്സണൽ ആയിട്ട് പോയി സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ. നേരത്തെ P. രാജു മുൻ വ്യവസായ മന്ത്രി അക്കാര്യം വിശദീകരിച്ചു. അപ്പോൾ അതിൽ ആരൊക്കെ പങ്കെടുക്കണം? അപ്പോൾ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഉയർന്ന ബ്യൂറോക്രസിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടാവണം. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ സ്റ്റെപ്പ് അല്ലേ, ആ ഒഫീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ബ്യൂറോക്രസിയിലെ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടാവണം. അങ്ങനെ ഒരു ടീമായിട്ട് പോയി മീറ്റ് ചെയ്യുന്നു. ഈ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിന്റെ താല്പര്യത്തിന് ഗുണകരമാണോ അല്ലയോ? ഈ ഇൻവെസ്റ്റ്മെന്റിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ഇളവ് അവിടെ കൊടുക്കേണ്ടതുണ്ടോ ഇല്ലയോ? ഇതൊക്കെ കളക്റ്റീവായി തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. അപ്പൊ അത് പബ്ലിക് വ്യൂവിൽ വരേണ്ട കാര്യമല്ലേ? രഹസ്യമായി ചെയ്യേണ്ട കാര്യമാണോ ഇത്? അല്ല, താങ്കൾ അങ്ങനെ ചോദിക്കുമ്പോൾ ആ ചോദ്യം പ്രത്യക്ഷത്തിൽ അതിലൊരു ശരിയുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതിൽ വേറൊരു ഭാഗമുണ്ട്. കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് പോയി കണ്ടാൽ മതി. അല്ലെങ്കിൽ അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി വേറെ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കൂടി കൂട്ടമായിരുന്നു. ഇതങ്ങനെയല്ല. മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ തന്നെയാണ് ഈ പറഞ്ഞ പോർട്ട്ഫോളിയോ ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോയി കണ്ടതിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനപ്പുറത്ത് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ നടന്ന് അത് ആരാണെന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റാത്ത പ്രയാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾക്കും കണ്ടെത്താൻ പറ്റുന്നതാണ്. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ അതൊരു ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം തന്നെ അത് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ശരി, നോക്കാം. എന്തായാലും നമുക്കൊരു ഇടവേള എടുക്കേണ്ട സമയം അതിക്രമിച്ചു. അതുകൊണ്ടാണ് ഇടവേളയ്ക്ക് ശേഷം ഞാൻ സമയം പോലെ വരാം. ചർച്ചയിൽ വളരെ ചെറിയ സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിൽ പെട്ടെന്ന് ശ്രീ വിജിൻ, ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇപ്പോൾ തന്നെ പത്തനംതിട്ടയിലെ പല നഗരങ്ങളിലും വെള്ളം കയറാനുള്ള കാരണമായി പറയുന്നത് ജലനിർഗമന മാർഗങ്ങളൊക്കെ മണ്ണ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വെള്ളം അധികം വന്നില്ലെങ്കിൽ കൂടി നദികൾക്ക് ആഴം കൂട്ടിയിട്ടില്ല, ഡാമുകൾ, ഇതൊക്കെ പ്രശ്നമാണ് എന്നുള്ളതാണ്. അപ്പോൾ റൂം ഫോർ റിവർ അടക്കം കഴിഞ്ഞ 10 കൊല്ലം പോട്ടെ 2018 ശേഷം ചെയ്ത കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് റിസൾട്ട് ഇല്ല എന്ന ചോദ്യം. അല്ല, ഇതിൽ അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ ഇപ്പോൾ വരാം. എനിക്ക് അത്ര സമയം ഉള്ളതെന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് ശ്രീ ജിൻഡോ ഉരുണ്ട് പറയുകയാണ്. കാരണം മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നാം അനുമാനിക്കേണ്ട പച്ചക്കള്ളമാണ്. അദ്ദേഹം പറയുന്ന പച്ചക്കള്ളങ്ങളുടെ കൂട്ടത്തിൽ +1 ഒരു കള്ളം കൂടി വന്നിരിക്കുന്നു എന്നാണ്. അങ്ങനെയല്ല ഒരു മുഖ്യമന്ത്രി കേരള സമൂഹത്തെ അഭിസംബോധന ചെയ്യേണ്ടത്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഭാഗം ശ്രീ ഹരിദാസ് സാറ് പറഞ്ഞതിലൊരു വിയോജിപ്പ് എനിക്കുണ്ട്. കാരണം എന്താ അറിയോ, ഞാൻ ഒരു ഗവൺമെൻറ്റിനെ മാർക്കിടാൻ 1 കൊല്ലമായിട്ടുള്ളൂ 2 കൊല്ലമായിട്ടു എന്നല്ല, 72 ദിവസത്തിനുള്ളിൽ ആ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ടാണ് പരാജയമാണ് അല്ലയോ എന്ന് പറയാം. 5 കൊല്ലം കഴിഞ്ഞിട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് പറയാനല്ലല്ലോ നിൽക്കുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയും. പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞത് ഈ ദുരന്തമുഖത്ത് ഗവൺമെൻറ് പരാജയം എന്നുള്ളതാണ്. പക്ഷേ ആ ഗവൺമെൻറ് 72 ദിവസം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ 72 ദിവസത്തെ പ്രവർത്തനങ്ങളിൽ പരാജയമാണെന്ന് പറയേണ്ടി വരും. അല്ലാതെ 5 കൊല്ലം കഴിഞ്ഞിട്ട് പരിശോധിക്കുക പരാജയമാണോ അല്ലയോ അന്നേരം പറയാമെന്ന് പറയുന്ന അങ്ങയുടെ തീരുമാനത്തോട് ഞാൻ വിയോജിക്കുകയാണ്. എനിക്കെൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായം ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇവിടെ അങ്ങ് ചോദിച്ചത് മണൽ മാറ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് ആ തീരുമാനം എടുത്തല്ലോ. ആരാണത് അഴിമതിയാണെന്ന് പറഞ്ഞത്? അഴിമതിയാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയതാരാ? ശ്രീ രമേശ് ചെന്നിത്തല, ഇന്ന് ആഭ്യന്തര വകുപ്പ് ആ മന്ത്രി സഭയിലുണ്ടല്ലോ അദ്ദേഹം. ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരോപണം നടത്തിയ എന്താ? അഴിമതിക്കാണ്.
അല്ലെ? ആ മണൽ നീക്കാനുള്ള ശ്രമം ഈ ഗവൺമെന്റ് നടത്തിയപ്പോൾ, ഈ ദുരന്തമുഖത്ത് അതിൽ മാറ്റമുണ്ടാകാൻ വേണ്ടി ഒരു ഇടപെടൽ നടത്തിയപ്പോൾ അതിനെതിരെ കോടതിയിൽ പോയവരാണ് ഇപ്പോ മന്ത്രിസഭയിൽ ഇരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. അവിടെയാണ് ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ഇപ്പോഴത്തെ ഭരണപക്ഷം നടത്തിയ പ്രവർത്തനങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടത്. വിശദമായി അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഈ ദുരന്തത്തിന് ശേഷം എങ്ങനെ ഈ ദുരന്തം ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച സംഗതമാണ്. ഇപ്പൊ സമയം അവസാനിച്ചുകൊണ്ടാണ് ഞാൻ വിട്ടത്. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.